ഇത് ചേരാനെല്ലൂർ വളാന്തര ഡോക്ടർ SD രാജൻ്റെ വീടാണ്. സാറിൻ്റെ ഒരു അഭിരുചി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈദ്യ രംഗത്തുള്ളതാണെങ്കിലും ഒരു പരന്ന വായനയും ഒരു എഴുത്തുകാരനും ഒക്കെയാണ് ഉള്ള ആളാണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർക്ക് വീട് പ്രകൃതിയായിട്ട് ഇണങ്ങി ഉള്ള ഒരു വീടായിരിക്കണം. എനിക്ക് ഒരുപാട് കിളികൾ വരണം, തുമ്പികൾ വരണം, അതുപോലെ തന്നെ പ്രകൃതിയിലെ എയറുമായിട്ട് നമ്മുടെ പഞ്ചഭൂതങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ വേണം എന്നുള്ള ഒരു ആണ് ഡോക്ടറുടെ ഏക ആവശ്യം. ആദ്യം ഇതിന് നന്ദി പറയുന്നത് ഈ ഭൂമി മേടിച്ച് എനിക്ക് പാരമ്പര്യമായിട്ട് തന്ന എൻ്റെ അപ്പൂപ്പനോടാണ്. പിന്നെ ഇവിടെ ഒരു 4 കെട്ട് പണിയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അപ്പൂപ്പൻ്റെ വീടും എൻ്റെ അമ്മയുടെ അപ്പൻ്റെ വീടും എല്ലാം 4 കെട്ടായിരുന്നു. അതുകൊണ്ടാണ് 4 കെട്ട് പണിയണമെന്നൊരു ആഗ്രഹം വന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ അതിന് പറ്റിയ ആൾക്കാരെയൊക്കെ കിട്ടി. നല്ല ചുറുചുറുക്കോടുകൂടി കാര്യങ്ങളെല്ലാം നടത്തി തന്നത് സജീന്ദ്രനാണ്, കോൺട്രാക്ടർ. ഞാൻ SFSൻ്റെ മധുസാറിന് പറഞ്ഞിട്ടാണ് എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നത്. എനിക്ക് ഒരു സാറിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പ്രൊജക്റ്റുണ്ട്, ഒരു വീട് ചെയ്തു കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് സജിക്ക് വില്ലിങ് ആണോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളുമൊക്കെ അലീന ആണ് തന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ അലീനയായിട്ട് സംസാരിച്ചു. അതിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് അത്. അലീന എല്ലാം ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഒക്കെ പ്ലാനൊക്കെ വരച്ച് ആകെ ഏരിയ 3000-ൽ കവിയാത്ത തരത്തിലൊക്കെ ഒപ്പിച്ച് എല്ലാം ചെയ്തു തന്നത് അലീനയാണ്. ഡോക്ടറിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു 4 കെട്ട് വേണം, അതുപോലെ ഒരു പടിപ്പുര, നമുക്ക് ഫ്രണ്ടിൽ കാണാൻ ഒരു പടിപ്പുര വഴി നമുക്ക് ഈ 4 കെട്ടിലേക്ക് എത്തുന്ന വിധത്തിലുള്ളൊരു വീട് വേണമെന്നായിരുന്നു ഡോക്ടറിൻ്റെ കോൺസെപ്റ്റ്. അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കിയത് ശരിക്കും 2 പ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ 2 പ്ലോട്ടിൽ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ വീടും രണ്ടാമത്തെ പ്ലോട്ടിൽ നമ്മൾ ലാൻഡ്സ്കേപ്പും അതുപോലെ പടിപ്പുരയും വരുന്ന പോർഷനാണ് നമുക്കിവിടെ എടുത്തിരിക്കുന്നത്. സൗഹൃദത്തിനും ചുക്കാൻ പിടിച്ചത് അത് മധുസാറാണ്. ജനുവരി തുടങ്ങി നമ്മൾ 2025 ജനുവരി ആയപ്പോഴത്തേക്കും തീർന്നു. പിന്നെ ബാക്കി ഇൻറ്റീരിയർ എല്ലാം ചെയ്ത് നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റായി ഇന്ന് ഹൗസ് വാമിങ് ചെയ്യുകയാണ്. വളരെ സന്തോഷമുണ്ട്. പ്രൊജക്റ്റിലേക്ക് വന്ന് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ഈ ഫൈനൽ ലെവലിലേക്ക് എത്തിക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇതിൻ്റെ ക്ലയൻറ്റ് രാജൻ സാറാണ്. ഈ പ്രൊജക്റ്റിൻ്റെ ചെയർമാനാണ് മധുസാർ എന്ന് പറയേണ്ടി വരും. കാരണം പുള്ളിയും അതേ ലെവലിൽ ഹൈ ലെവലിലാണ് ഇതിനൊപ്പം നിന്നത്. അലീനയുടെ സപ്പോർട്ട് ഓരോ കാര്യത്തിലും മൈന്യൂട്ടായിട്ടുള്ള ഫിനിഷിങ് വരേക്കുള്ള മൈന്യൂട്ട് കാര്യത്തിൽ പോലും അലീനയുടെ സപ്പോർട്ടും വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. നല്ല ക്രോസ് വെന്റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിപ്പോഴും ഒരു വീട്ടിൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഇതിൽ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നേച്ചറിനെ മാക്സിമം ഇൻസൈഡിലേക്ക് എടുക്കുക, വീടിൻ്റെ ഇൻസൈഡിലേക്ക് എടുക്കുക. അങ്ങനെയാണ് നമ്മൾ 2 ഡെക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഗ്രില്ല് വർക്കൊക്കെ കൊടുത്ത് അതുപോലെ ജാലി വർക്കെല്ലാം കൊടുത്ത് നമ്മളതിന് മനോഹരമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സ്പേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് വീടിൻ്റെ ഔട്ട്സൈഡ് ഏരിയയാണ്. ആ ഒരു ഔട്ട്സൈഡ് ഏരിയനെ നമ്മൾ ഇൻസൈഡിലേക്ക് വീടിൻ്റെ പാർട്ടിലേക്ക് ആയിട്ട് എടുത്തിരിക്കുകയാണ്. 2 ഡെക്കും നമ്മളൊന്ന് ലിവിങ് റൂമിൻ്റെ സൈഡിൽ വരുന്നൊരു ഡെക്കും ഉണ്ട്, അതുപോലെ ഡൈനിങ്ങിൻ്റെ സൈഡിലുള്ള ഡെക്കും. അപ്പോൾ ഇതിലേക്ക് ഈ 2 ഇത് വഴി നമ്മുടെ നേച്ചറിൽ, അതായത് നമ്മുടെ ലാൻഡിനെ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ചെയ്തിരിക്കുകയാണ് ചെയ്തേക്കുന്നത്.
കോൺട്രാക്ടർ സജി ഒരു ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് നമ്മൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങുകളൊക്കെ വളരെ ഭംഗിയായിട്ട് പുള്ളി ചെയ്തു. 24 മണിക്കൂർ സേവനം എന്നുള്ള രീതിയിലാണ് കോൺട്രാക്ടർ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഡിസൈൻ പാർട്ട് ഞാൻ ചെയ്തു. അതുപോലെ അതിനെ പ്രാവർത്തികമാക്കിയത് കോൺട്രാക്ടറായ നമ്മുടെ സൈച്ചേട്ടൻ വഴിയാണ്. ഇത് ഞങ്ങളുടെ 2 പേരുടെയും ബാക്ക് ബോണായിട്ട് നിന്നത് മധുസാറുമാണ്. അപ്പോൾ ഈ 3 പേരുടെയും കൂടെ വർക്കിലാണ് നമ്മുടെ ഈ വീട് ഈ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വർഗീസ് സാറ് ക്ലയൻറ്റിൻ്റെ അളിയനാണ്. പുള്ളിയും ഈ കാര്യത്തിൽ വളരെയധികം സഹായിച്ചു. പുള്ളിയും ഇതിൻ്റെ കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് എനിക്ക് ഇതുപോലെ ഇത്രയും നല്ല ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചത്. എൻ്റെ അളിയൻ ഡോക്ടർ രാജൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീട് നല്ല രീതിയിൽ വെക്കുക എന്നുള്ളത്. അത് ഇന്നത്തേക്ക് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ടി പ്രയത്നിച്ച മധുസാറിനോടും സജീന്ദ്രനോടും അലീനയോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. സമർപ്പണ ബോധത്തോടു കൂടിയുള്ള ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ വീട്.